Good evening. First of all, I thought many times ഞാൻ കുറേ പ്രാവശ്യം ആലോചിച്ചു ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഇടണോ, ഇങ്ങനെ ഒരു വീഡിയോ റിലീസ് ചെയ്യണോ, ഇങ്ങനെ ഒരു വീഡിയോ യൂട്യൂബിൽ വേണോ. മേ ബി ഇങ്ങനത്തെ വീഡിയോകൾ മൈറ്റ് ഹാവ് ഓൾറെഡി ഇൻ യൂട്യൂബ് മേബി. സോ ഇതൊരു റെപ്ലിക്കേഷൻ വീഡിയോ ആവുമോ? പക്ഷേ കൂടുതൽ ചിന്തിക്കുമ്പോൾ കൂടുതൽ നമുക്കിത് വീഡിയോ എന്തായാലും എല്ലാവരോടും പറയണം, ഇങ്ങനൊരു ഇൻഫോർമേഷൻ എല്ലാവരോടും ഷെയർ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇപ്പോൾ ഈ നീറ്റ് UG ആൻഡ് നീറ്റ് PG ലീക്ക്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലീക്ക് ആവുന്ന ഈ സമയത്ത് ഐ തിങ്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈ ഇൻഫോർമേഷൻ എല്ലാം ജനറേഷനിലേക്ക് ഷെയർ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. I'll introduce myself. I'm Major Dr. Prakeet. I'm an ex-Army doctor. I've done 7 years Army service in Army Medical Corps. I've done MBBS from Vardhaman Mahavir Medical College and Safdarjung Hospital, New Delhi. And after that, I joined Army. I commissioned in 1st November 2014. And I left after 6.5 years of service. I left Army in 2020, and then I done MD, Physical Medicine and Rehabilitation from Vardhaman Mahavir Medical College and Safdarjung Hospital, New Delhi. So in 2023, I completed my MD PMR from Vardhaman Mahavir Medical College and Safdarjung Hospital, and then currently I am senior resident in Ramanavalli Hospital, Delhi. So എൻ്റെ information is not related to NEET UG leak, paper leak, or NEET PG paper leak. Nothing related to that. That is discussion is going on, debate is going on. Even the NEET PG re-exam is to be conducted. NEET PG has, they already conducted one session. So that is a different area. നമ്മളുടെ ഡിസ്കഷൻ എന്താന്ന് പറയുന്നത്, ഈ നീറ്റ് UG ഓർ നീറ്റ് PG, becoming a doctor right now in 2024, is it worth it? അതാണ് നമ്മുടെ ഡിസ്കഷൻ. സോ മേ ബി ഇതൊരു ഹാഫ് ആൻ അവർ ഓർ 1 hour യൂട്യൂബ് സെഷനിൽ എൻ്റെ ആവുമെന്ന് എനിക്കറിയില്ല. മേ ബി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സെഷൻസ് നോക്കാം. ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് എന്നോട് പറയാം. ഞാൻ ഓഫ് കോഴ്സ് ഐ വിൽ ട്രൈ ടു ആഡ് മോർ ഇൻഫർമേഷൻ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നീറ്റ് UG. ഓഫ് കോഴ്സ് ആഫ്റ്റർ +2 everybody is confused. Where should I, he or she go? Should I choose NEET or should I choose JEE, whatever the competitive exam? Usually അതാണ് നമ്മുടെ എല്ലാവരുടെയും എക്സാംസ്, കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിട്ട് നമ്മൾ പറയാറ്. സോ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏതൊരു എക്സാം എഴുതുന്നതിന് മുന്നേ അതിൻ്റെ chances of winning the exams, and then expenses, and then scope and future after completion of MBBS, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ നീറ്റ് UG എക്സാംസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നീറ്റ് UG എക്സാംസ് the exam fees, how many seats allocated as in private and complete seats, whether it is a private or government seats, then BDS seats, then you comes Ayush, whether like it's a Unani, Siddha, Ayurveda, this all comes under Ayush seats. ഇതെല്ലാം നമ്മൾ നോക്കണം. ഓക്കെ, എത്രത്തോളം സീറ്റ്സ് ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഒരു എക്സാം എഴുതുന്നതിനെ പറ്റി. മേ ബി ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും കോമ്പറ്റീവ്, whether you are trying for this exam or you are going to try for this exam, or maybe maybe after 1 year ഈ എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ
നിങ്ങൾക്കിത് പറ്റിയ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ പാരൻസ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അവർക്ക് എത്രത്തോളം ഇതിനെപ്പറ്റി അറിവുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നീറ്റ് UG എക്സാം, നീറ്റ് UGനെ പറ്റി പറയുന്നു. നമുക്ക് ഈ നീറ്റ് UG ചെറിയൊരു ഹിസ്റ്ററി ഉണ്ട്. സോ ദിസ് ഇയർ 2024, according to the information that is in the internet, 23 ലക്ഷം students, 23 lakh students participated in NEET, out of which നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും percentile for unreserved category, that is for 50%, and scheduled caste 40, ST 40, OBC of course 40, and then OBC physically handicapped 40, scheduled caste physically handicapped 40, ST physically handicapped 40, and UR physically handicapped it's 45. അതിനെപ്പറ്റി നമ്മളൊരു ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ബിക്കോസ് UR ഉള്ളത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഓർ OBC ഉള്ള ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, they are both under 40 benchmark disabilities in the Constitution of India. പക്ഷേ അവർ കാസ്റ്റ് ബേസിൽ അഗെയിൻ മേ ബി 5% ആഡ് ഓൺ എന്താണെന്ന് അറിയില്ല അതിനെപ്പറ്റി. ദാറ്റ് ഈസ് ഡിഫറെന്റ് ടോപ്പിക്. സോ നമ്മൾ സീറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ MBBS seats, government seats, out of these 23 lakh students participated ഈ വർഷം 55,886 സീറ്റ്സ് ആണ് ഗവൺമെന്റ് സീറ്റ്സ് ആയിട്ടുള്ളത്. ഓൺലി 55,880 സീറ്റ്സ്. ഓക്കെ, ടോട്ടൽ സീറ്റ്സ് ഇൻക്ലൂഡിംഗ് ദ പ്രൈവറ്റ്, ആ പ്രൈവറ്റിന്റെ ഫീസിനെ പറ്റി ഒക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യേണ്ടി വരും. ടോട്ടൽ സീറ്റ്സ് ഉള്ളത് 1,08,915 ആണ്. Okay, and then if somebody doesn't want to become an MBBS, doctor, maybe wanted to become a dentist, so avarkulla chances private college 23,260, government seats 3,530. So total seats comes under 26,773 seats ആണ്. So ഇത് കഴിഞ്ഞ് അടുത്ത് വരുന്നതാണ് ആയുഷ് സീറ്റ്സ്. അത് വരുന്നത് ഒരു 60,000 seats ആണുള്ളത്. So total all these categories like MBBS, veterinary, BDS, this all comes total seats ആയിട്ടുള്ളത് 2 lakh ആണ് seats ഉള്ളത്. 2 lakh seats ആണ് overall seats ആയിട്ടുള്ളത്, considering all seats, MBBS seats, whether it's a private seats or government seats, including the veterinary. Okay. ഇനി എക്സാമിന്റെ ഫീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 7,700 ആണ് ജനറൽ ഫീസ് ആയിട്ടുള്ളത്, 1,600 ആണ് OBC ഫീസ് ആയിട്ടുള്ളത്. SC ST പറ്റിയാണെങ്കിൽ അത് 1,000 ഫീസാണ്. ഓക്കെ, സോ ജനറൽ ഒരു ചെറിയൊരു ക്വാളിഫൈ ചെയ്ത് നമുക്ക് ഒരു ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ഈ വർഷം അറൌണ്ട് ജസ്റ്റ് ഫ്രം ദ OBC കാറ്റഗറി 8 lakh സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ആണ് പറഞ്ഞത് 2023 ഡാറ്റ. അതിനനുസരിച്ച് അറൌണ്ട് 26 billion എമൗണ്ട് ഹാസ് ബീൻ കാൽക്കുലേറ്റഡ്. ഫ്രം ദ ഫീസ് ഓൺലി. ഓക്കെ, ഇത് ഫീസിന് ഇത് ഫ്രം ദ OBC കോട്ട 26 billion. ഓക്കെ, ഇനി നമ്മളൊരു എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ സെക്കൻഡ് തിങ്, നിങ്ങൾ ഇന്റർനെറ്റിൽ ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ ബ്രില്യൻ അല്ലെങ്കിൽ എനി എഞ്ചിനീയറിംഗ് എനി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മേ ബി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ അത്രയും അഡ്വാൻസ് ആയി നിങ്ങൾ മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾക്ക് മെസ്സേജുകൾ വരാൻ തുടങ്ങും. ഡു യു വാണ്ട് ടു ജോയിൻ അല്ലെങ്കിൽ ഡു യു വാണ്ട് ടു ജോയിൻ എനി അതർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ അവരുടെ ഫീസിനെ പറ്റി പറയുകയാണെങ്കിൽ അറൌണ്ട് 2 lakh ഫീസ് ജസ്റ്റ് ഫീസ് മാത്രമാണ് ഓഫ്ലൈൻ പ്രോഗ്രാം. സ്റ്റേറ്റ് വൈസ് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ബ്രില്യൻ അങ്ങനെ ഏതെങ്കിലും എടുക്കുകയാണെങ്കിൽ ഒരു 50,000 to 60,000 ഫീസ് മാത്രമാണ് ഉള്ളത്. ബാക്കി എക്സ്പെൻസസ് വേറെയാണ്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ് 23 lakh സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് എവ്രി ഈ ഡാറ്റ കൂടി വരികയാണ്.
ലാസ്റ്റ് ഇയർ മേ ബി 20 lakhs, ഇപ്പോൾ 23 lakh, അതിന് മുന്നേ 16 lakh ആയിരുന്നു, അതിന് മുന്നേ 15 lakh ആയിരുന്നു, ദെൻ 2012 6-7 lakh ആയിരുന്നു. 2 lakh seats are there. Out of which 2 lakh, only 1 lakh is for MBBS. Out of these 1 lakh is 50,000 സീറ്റ്, 50,000 സീറ്റ് ഗവൺമെന്റ് ഉള്ളൂ, ബാക്കി പ്രൈവറ്റ് ആണ്. അത് അത്രയും അഫോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രമേ പോകുള്ളൂ. ദാറ്റ് മീൻസ് 23 lakhs 50,000, you should come under 50,000. അതാണ് നിങ്ങളുടെ പ്രോബബിലിറ്റി ഒരു ഡോക്ടർ ആവാന്ന്. ഇത്രയും നിങ്ങൾ ഒരു വർഷം പഠിച്ചാൽ നിങ്ങൾക്ക് ഇതാവുമെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഒരു ഡോക്ടർ ആവുന്നത്. ഇതായി കഴിഞ്ഞാൽ നിങ്ങൾ വെർത്താണോ എന്നാണ് നമ്മളുടെ ഡിസ്കഷനിലേക്ക് പോകുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ജോയിൻ ചെയ്തു. നമ്മൾ അവിടെ 1 year or maybe 2 year, ഡിപ്പെൻഡ്സ് ഓൺ യുവർ കേപ്പബിലിറ്റി കാലിബർ. നമ്മളൊരു UG കരിക്കുലം ജോയിൻ ചെയ്തു. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, അതൊരു MBBS കോഴ്സിന് ജോയിൻ ചെയ്തു, ഒരു ഗവൺമെന്റ് സീറ്റിൽ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് ഞാൻ പറഞ്ഞ പോലെ 23 lakh സ്റ്റുഡൻസിൽ 50,000 റാങ്കിൽ നിങ്ങൾ വന്നു. ആ ഇതിൽ ആലോചിച്ചാൽ മാത്രം മതി. വേറെ ഒന്നിനും ജോയിൻ നിങ്ങൾക്ക് MBBS കിട്ടില്ല. 1 lakh വന്നാലേ നിങ്ങൾക്ക് MBBS കിട്ടുള്ളൂ. വേറെ എന്ത് വന്നാലും ഈ ചാൻസ് അല്ല എടുക്കേണ്ടത്. വെറ്റിനറി അതെല്ലാം വേറെ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതുമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. സോ MBBS എടുത്ത കാര്യമാണ്. MBBS എടുക്കാൻ പോകുന്ന, അല്ലെ MBBS എടുത്തതിന് ശേഷം PG എടുത്തതിന് ശേഷമുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത്. അത് വെർത്താണോ എന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളൊരു UG കരിക്കുലം ജോയിൻ ചെയ്തു. MBBS ഈസ് 4.5 year plus 1 year കോഴ്സ്, 5.5 year കോഴ്സാണ് MBBS. സോ ഈ 5 years നിങ്ങളുടെ എക്സ്പെൻസ് ഇതെല്ലാം നിങ്ങളുടെ ഫാമിലിയാണ് ബിയർ ചെയ്യുന്നത്. 5 years ഹോസ്റ്റൽ ഫീ, 5 years എക്സ്പെൻസസ്, ട്രാവലിംഗ് എക്സ്പെൻസ്, ഓൾ എക്സ്പെൻസസ്, ഫുഡ് എക്സ്പെൻസസ്, എവറിത്തിങ്. സോ നിങ്ങളുടെ UG 4.5 years കംപ്ലീറ്റ് ചെയ്തു. 1 year ഇന്റേൺഷിപ്പിൽ ചില കോളേജുകൾ, ഓൺലി ഗവൺമെന്റ് കോളേജ്, പ്രൈവറ്റ് കോളേജ് സ്റ്റൈപ്പൻഡ് കാര്യം അറിയില്ല. ഗവൺമെന്റ് കോളേജുകൾ ഡൽഹിയിൽ ഡിപ്പെൻഡ്സ്, ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് 30,000 ഫീസ് അവർക്ക്. അത് ഓൺലി ഫോർ ഇന്റേൺസ്. എക്സ്റ്റൻസ്, ദാറ്റ് മീൻസ് FMG പഠിച്ചു വരുന്നവരെ പറ്റി നമ്മൾ പറയുന്നില്ല. അവർക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഓൺലി ഇന്റേൺസ്, those who completed MBBS from the same institute. അത് സ്റ്റേറ്റിൽ ഡിപ്പെൻഡ്സ്, അവിടുത്തെ സ്റ്റൈപ്പൻഡ് ഇനിയും കുറയാനേ സാധ്യതയുള്ളൂ. ഇവിടെ 30,000 ആണെങ്കിൽ അവിടെ മേ ബി 20,000 or 15,000 ആയിരിക്കും. Just imagine you're done MBBS, after 1 year internship, going to become a doctor, you're getting 25,000 salary in a state, or maybe 18,000 or 50,000. അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. You're almost going to become a doctor, and ഇതാണ് നിങ്ങളുടെ സാലറി 15,000. ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ അറിയില്ല. ആൻഡ് ഡൽഹിയിൽ കിട്ടുന്ന സാലറി 30,000 ആണ്. ഇന്നത്തെ 2024 നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ 30,000 rupees ആണ് MBBS കഴിഞ്ഞാൽ കിട്ടുന്ന സാലറി. ഓക്കെ, സോ UG, of course internship കഴിഞ്ഞു. നെക്സ്റ്റ് തിങ് ഈസ് അഗെയിൻ യു ഹാവ് ടു ഡു എ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ അഗെയിൻ നിങ്ങൾ എൻട്രൻസ് കൊടുക്കണം. എൻട്രൻസ് കൊടുക്കുന്ന സമയത്ത് അഗെയിൻ അതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. UGയിൽ കൊടുത്ത അതേ ടഫ്നെസ്, ആ എക്സാമിന്റെ ഇതെല്ലാം PGയിൽ നിങ്ങൾ ഫേസ് ചെയ്യണം. അതിനുവേണ്ടി എൻട്രൻസ് പ്രിപ്പയർ ചെയ്യണം. ഇത് ചില സ്റ്റുഡൻസ് ത്രൂ ഔട്ട് ദ MBBS, ഇപ്പം നമ്മൾ MBBS ജോയിൻ ചെയ്ത സമയത്ത് തന്നെ പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ലൈക്ക് മാരോ, ബാഡിയ. ഇറ്റ്സ് ഓൾ ലൈക്ക് ഒരു ഫാക്ടറി പോലെ തന്നെ അങ്ങ് പോവുകയാണ്. ഓക്കെ, സോ ഇത് കഴിഞ്ഞ് നമ്മൾ PG എൻട്രൻസ് പോകും. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ അറിയാം. PG എൻട്രൻസിന്റെ സീറ്റ്സും അതിന്റെ ചാൻസസും ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്പെഷ്യാലിറ്റി, ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് സ്പെഷ്യാലിറ്റി യു വാണ്ട്. അതിന്റെ ചാൻസസ് ഇനിയും കുറയുകയാണ് ചെയ്യുക. ഓക്കെ, സോ ജസ്റ്റ് ഇമാജിൻ, ഓക്കെ, നിങ്ങൾ അതും പഠിച്ചു, ഒരു MD മെഡിസിൻ ഓർ MD സർജറി ഓർ MD ഗൈനി സ്പെഷ്യാലിറ്റി എടുത്തു. ആ ഒരു സിനാരിയോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ആ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ
you have to do JRship. JRship in order junior residency after MBBS. That is only you can do like this year you have done MBBS, 1 year you can do JRship. After 1 year you won't get a JRship. അതാണ് ഐ മീൻ യൂഷ്വലി. ബാക്കി നിങ്ങൾക്ക് അത് JRshipന് ഇന്റർവ്യൂ ഉണ്ട്. അത് JRshipന്റെ ഇന്റർവ്യൂ ലൈക്ക് നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ ഇന്ത്യയിൽ നോക്കിയാൽ അറിയാം JRshipന് 2000 കാൻഡിഡേറ്റ്സ് ആണ്. ഐ മീൻ ജസ്റ്റ് ഇമാജിൻ 200 സീറ്റ്സ് ആണെങ്കിൽ 2000 to 4000 സീറ്റ്സ്. Because MBBS graduate those who completed MBBS from China, Russia, Ukraine, Belarus, അവരെല്ലാം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതും അതിന്റെ ചാൻസും വളരെ ലെസ്സാണ് JRship കിട്ടാനുള്ള സാധ്യത. ഓക്കെ, ആൻഡ് JRship കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറി ഡൽഹി മെട്രോപൊളിറ്റൻ സിറ്റി ഡൽഹിയിൽ സാലറി 1 lakh ആണ്. വേറെയുള്ള സ്റ്റേറ്റുകളിൽ ഇത്ര സാലറി ഇല്ല. 50,000 you get 50 or less than 50, അതാണ് നിങ്ങളുടെ സാലറി ഉണ്ടാവുക സ്റ്റേറ്റിൽ, നോട്ട് മോർ ദാൻ ദാറ്റ്. സദേൺ സ്റ്റേറ്റിലെ കാര്യമാണ് പറയുന്നത്. നോർത്തേൺ സ്റ്റേറ്റ്സ് UP അതിലെല്ലാം സാലറി കൂടുതൽ ഓഫർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് അവിടെ ഡോക്ടർ ടു പേഷ്യന്റ് റേഷ്യോ ഇസ് ലെസ്. സോ അവിടെ ഇപ്പോഴും കുറച്ചും കൂടെ ചാൻസസ് ഉണ്ട്. നമ്മൾ ഈ പറയുന്നതെല്ലാം സദേൺ സ്റ്റേറ്റ്സിന്റെ കാര്യമാണ്, എസ്പെഷ്യലി കേരളത്തിന്റെ കാര്യമാണ്. അപ്പം അതും അങ്ങനെയൊരു JRshipന്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് PG കിട്ടിയില്ലെങ്കിൽ ലൈക്ക് മീ ഐ ഹവ് ഡൺ ജോയിന്റ് ആർമി, യു ക്യാൻ നിങ്ങൾക്ക് ഫോഴ്സസ് ജോയിൻ ചെയ്യാം ത്രൂ ഷോർട്ട് സർവീസ് ബോർഡ് ഓർ പാരാമിലിറ്ററി ജോയിൻ ചെയ്യാം, ഓർ എനി അതർ ഓർഗനൈസേഷൻസ് ലൈക്ക് NTPC or NGC അത് ജോയിൻ ചെയ്യാം. പക്ഷേ the thing is MBBS force join ചെയ്താൽ you have to wait for 4 years to give for the entrance. ആ 4 years നിങ്ങളുടെ വേസ്റ്റ് അല്ല, സർവീസ് ചെയ്യാണെന്ന് പറയാമെന്ന് പറഞ്ഞ് ആ 4 years നിങ്ങൾക്ക് എക്സാം കൊടുക്കാൻ പറ്റില്ല. ആ 4 years you can do, you can prepare for the exam, but you don't know after 4 years എന്തായിരിക്കും എക്സാമിന്റെ പാറ്റേൺ, എത്ര സ്റ്റുഡൻസ് നിങ്ങളുമായിട്ട് നിങ്ങൾ അവർ കോമ്പറ്റീറ്റ് ചെയ്യണം, അതെല്ലാം നിങ്ങൾ മനസ്സിൽ കൗണ്ട് ചെയ്യണം. ഓഫ് കോഴ്സ് യു ആർ ഗെറ്റിംഗ് സാലറി, യു ആർ ഗെറ്റിംഗ് ഓൾ പെർക്സ്, that is a different thing. So and other alternative is like ഒരു നിങ്ങൾക്ക് abroad, of course that's a good thing. USMLE ചെയ്ത് പോവാം, അല്ലെങ്കിൽ പ്ലാബ് MRCP അത് ചെയ്ത് നിങ്ങൾക്ക് പുറത്തേക്ക് ട്രൈ ചെയ്യാം. പക്ഷേ അതിന്റെ ഫൈനാൻഷ്യൽ കോസ്റ്റ്, അതിന്റെ ടൈം കൺസ്യൂം. ഓഫ് കോഴ്സ് യു ഹാവ് ടു ഡു IELTS അറ്റ്ലീസ്റ്റ് മിനിമം എനിക്ക് തോന്നുന്നു ഒരു 8 to 10 lakhs നിങ്ങൾക്ക് വേണം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. So now you are done MBBS, now you are done PG. No, that means 5 years plus 3 years. ഇത് നമ്മളെല്ലാം കറക്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സിനാരിയോ വെച്ചിട്ടാണ് പറയുന്നത്. ദാറ്റ് മീൻസ് 8 years നിങ്ങളുടെ ലൈഫിന്റെ. അത് നിങ്ങളിപ്പോൾ ഒരു 18 years ജോയിൻ ചെയ്തു എന്ന് പറയുന്നത് 18 years വെരി അൺലൈക്ലി, ബിക്കോസ് 1 year കോച്ചിങ് ചെയ്യും, അതിനുശേഷമാണ് ജോയിൻ ചെയ്യുക. 5 years again maybe 1 year. So more or less 25, okay, or maybe more than that. യൂഷ്വലി ഒരു MBBS പ്ലസ് MD കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 28 to 30 ബ്രാക്കറ്റിലാണ് ഒരു 50% ഉണ്ടാവാറ്. 50% കംസ് അണ്ടർ റെസ്റ്റ് ഒരു 30% കംസ് അണ്ടർ 30 to 35. പിന്നെ ഒരു 20% 35 to 40 ഉണ്ടാവാറുണ്ട്. ഒരു 5% കാര്യം മുകളിലും ചില വരാറുണ്ട്. 40 മുകളിൽ ഏജിന് മുകളിൽ. നമ്മളിപ്പോൾ ഒരു 30 എന്ന ഏജ് വെച്ച് എല്ലാം ഒരു കറക്റ്റായി നടന്നൊരു സമയത്ത് വെച്ച് നമ്മളൊരു ഇമാജിൻ ചെയ്യാം. ദാറ്റ് മീൻസ് ആഫ്റ്റർ MBBS, ആഫ്റ്റർ PG, യു ആർ അഗെയിൻ നമ്മൾ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ യു ആർ അഗെയിൻ ഗോയിങ് ടു സെർച്ച് ഫോർ എ ജോബ്. യു ഡോണ്ട് ഹാവ് എ ജോബ് ആഫ്റ്റർ PG, യു വിൽ നോട്ട് ഗെറ്റ് സാലറി, നിങ്ങൾക്ക് സാലറി കിട്ടില്ല. അഗെയിൻ യു ഹാവ് ടു സെർച്ച് ഫോർ എ ജോബ്. ഇനി നിങ്ങൾക്ക് മേ ബി വീഡിയോ കാണുന്നതിൽ പറയാം, MBBS MD മെഡിസിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഗൈനി പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് കോർ സ്പെഷ്യാലിറ്റി, ഈ കോർ സ്പെഷ്യാലിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് പെട്ടെന്ന് കിട്ടും എന്നല്ല. ബട്ട് അപ്പാർട്ട് ഫ്രം MBBS, അപ്പാർട്ട് ഫ്രം മെഡിസിൻ, സർജറി, മെനി അതർ സ്പെഷ്യാലിറ്റീസ്, കുറേ സ്പെഷ്യാലിറ്റി വേറെയുണ്ട്. ഞാനീ പറയുന്നത് നിങ്ങൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ ഓൺലൈനിൽ എടുക്കുക. ജസ്റ്റ് ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ SRship ഇന്റർവ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വിളിച്ചു നോക്കാം.
ഞാൻ ഇങ്ങനെ ഈ സ്പെഷ്യാലിറ്റി കഴിഞ്ഞാണ് വേക്കൻസി ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കാം. നിങ്ങൾക്ക് അവിടുന്ന് ഒരു പോസിറ്റീവ് റിപ്ലൈ ആണ് കിട്ടുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ഐദർ അവിടെ മേ ബി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആകാം, അതല്ലെങ്കിൽ അത്രയും ഷോർട്ടേജ് കാണാം. സൗത്ത് സ്റ്റേറ്റ് എസ്പെഷ്യലി കേരളത്തിൽ നിങ്ങളൊരു ഫോൺ വിളിച്ച് വെരി അൺലൈക്ലി യു വിൽ ഗെറ്റ് എ ആൻസർ ദാറ്റ് ഈസ് യെസ് ഇൻ റൈറ്റ് നൗ. ബിക്കോസ് ഈവൻ കാർഡിയോളജി സൂപ്പർ സ്പെഷ്യലിസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്, സാച്ചുറേറ്റഡ് നൗ. Saturated. Super specialties are going to become, I mean, it's already saturated. Cardiology, neurology, it's already saturated. So, you are again jobless. നിങ്ങൾ again ജോബിന് വേണ്ടി ട്രൈ ചെയ്യണം. അതിൻ്റെ ഏജ് നിങ്ങളുടെ ഇപ്പം 31 എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. 31 ഏജിൽ നിങ്ങൾ again ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഈ സിനാരിയോ വിട്ടു. നമ്മൾ ഈ സൂപ്പർ സ്പെഷ്യലൈസിന് വേണ്ടി പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടി കൺസിഡർ ചെയ്യും. ദാറ്റ് മീൻസ് 5+3+3+ അഗെയിൻ ഒരു 2 years SRship വേണ്ടി, ഐ മീൻ 3 years SRship കൂടെ കൗണ്ട് ചെയ്യാം. ദാറ്റ് മീൻസ് ഒരു 14 years. 14 years അഗെയിൻ. അപ്പോഴും നിങ്ങൾക്കൊരു ജോബ് പെർമനന്റ് ആയിട്ട്, ഐ മീൻ ഓഫ് കോഴ്സ് യു ബിക്കം എ കാർഡിയോളജിസ്റ്റ്, യു ബിക്കം എ നെഫ്രോളജിസ്റ്റ്. പക്ഷെ ജോബ്, ഐ മീൻ ദാറ്റ് മീൻസ് ഗവൺമെന്റ് ജോബ്. പ്രൈവറ്റ് ജോബിനെ പറ്റി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറയാം. പക്ഷെ ഗവൺമെന്റ് ജോബ് ഇപ്പോഴും നിങ്ങൾക്ക് ആയിട്ടില്ല. ഓഫ് കോഴ്സ് ചിലർ, ഐ മീൻ ലീവ് എടുത്ത് വരുന്ന കോഴ്സ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് എ ഡിഫറെന്റ് തിങ്. പക്ഷെ അതൊക്കെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. ബിക്കോസ് മെനി സ്റ്റുഡൻസ് അവർ ഐ മീൻ MBBS ഐ മീൻ PG എൻട്രൻസിന് പോകുന്ന സമയത്ത്, അതിന്റെ പ്രിപ്പറേഷൻ സമയത്ത് ഇതിനെപ്പറ്റി മറന്നു പോകും. അതായത് നമുക്കൊരു ജോബ് ആവശ്യമുണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ. സോ അവിടെ എപ്പോഴും അവരുടെ ഫോക്കസ് PG ആയിരിക്കും. ഫാക്കൽറ്റി ആവുന്ന സമയത്ത് ഒരു ഏജ് 35, ഐ മീൻ ഫാക്കൽറ്റി കിട്ടുന്നതിന് മുന്നേ നിങ്ങൾക്ക് എത്രത്തോളം പ്രിപ്പറേഷൻ ചെയ്തു വന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ജസ്റ്റ് നിങ്ങളൊരു റെസ്യൂം ഉണ്ടാക്കുക. റെസ്യൂം ഉണ്ടാക്കിയതിനു ശേഷം പല പല ഹോസ്പിറ്റലിൽ വെറുതെ ഒന്ന് ജസ്റ്റ് ഇമാജിൻ യു ആർ ഡൺ MD മെഡിസിൻ, or just imagine MS surgery, അല്ലെങ്കിൽ other specialty like my specialty MD-PMR, or MS ENT, MS Ophtha, like other non-clinical specialties, MD Patho, MD Micro. എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക്. അല്ലെങ്കിൽ അവരെ വിളിക്കുക. ഞാൻ ഈ പറയുന്നതിന് നെഗറ്റീവാണ്. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ജോബ് കിട്ടിയെന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ഐദർ they are just fooling you, they're just fooling you, because സീറ്റ്സുകളില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾ ഇത്രയും വർഷം പഠിച്ചതിന് ശേഷം നിങ്ങൾ ജോബ്ലെസ് ആണ് അറ്റ് ദ ഏജ് ഓഫ്, ബാക്കിയുള്ള വേറെ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് സ്കീമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കീം എടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു IIT ഗ്രാജുവേറ്റ് ഓർ NEET ഗ്രാജുവേറ്റ്, ഓഫ് കോഴ്സ് ദേ ആർ സെയിം, they have similar, I mean same brain, they have done almost equal preparation. പക്ഷെ NEET കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് കിട്ടുന്ന സാലറി 15,000 ആണ്. IIT കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് കിട്ടുന്ന, ഐ മീൻ അവർക്ക് ക്യാമ്പസ് സെലക്ഷൻ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് PG കഴിഞ്ഞ് അപ്പോൾ നിങ്ങൾക്ക് പറയാം ഓക്കെ അവർ സ്പെഷ്യലിസ്റ്റ് ഇല്ല അതുകൊണ്ടാണ് ക്യാമ്പസ് സെലക്ഷൻ ഇല്ല. എന്നാൽ ക്യാമ്പസ്, ഐ മീൻ PG കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് ക്യാമ്പസ് സെലക്ഷൻ ഉണ്ടോ? അവിടെ ഇല്ല. അതിനെപ്പറ്റി ക്യാമ്പസ് സെലക്ഷൻ ഇല്ല. അവർക്കും ക്യാമ്പസ് സെലക്ഷൻ ഇല്ല. അവരും ജോബ്ലെസ് ആണ്. സൂപ്പർ സ്പെഷ്യലിസ്റ്റ് കഴിഞ്ഞ ഒരാൾ പ്രൈവറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് നെഗോഷിയേറ്റ് ചെയ്യണം. ഇത്ര പേഷ്യന്റിന് ഞാൻ ഇത്ര കൊണ്ടുവരാം, ഇത്ര ഞാൻ എഴുതാം, എന്നാലാണ് അവർക്ക് ആ സാലറി കിട്ടുക, അവർക്ക് ആ ഓഫർ. ഐ മീൻ ആഫ്റ്റർ ഓൾ ദീസ് പ്രിപ്പറേഷൻ, നിങ്ങൾ ഇത്രയും വർഷം നിങ്ങളുടെ പഠിച്ച് നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ഐ മീൻ നിങ്ങളുടെ എല്ലാ എഫേർട്ടും കൊടുത്തിട്ട്. സോ ദാറ്റ് ഈസ് മൈ ടോപ്പിക്, ഈസ് നീറ്റ്. Becoming a doctor right now, after all these, I mean preparation, all these effort, all these expenses, everything, idu worth